വളരെ നേരത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇപ്പം സമയം 8 മണി. 8 മണിക്ക് വളരെ വെളുപ്പിനാണ് എനിക്ക് എഴുന്നേറ്റത് തന്നെ. ഒരു ചെറിയൊരു സൗണ്ട് കേട്ടു. അതെ, അത് കേട്ടപ്പോ നൊസ്റ്റാൾജിക് ഫീൽ ഇങ്ങനെ പുറത്തോട്ട് തള്ളി വന്നുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മള് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മള് പോകാൻ നിന്ന സമയത്ത് ഒരു +2 കാലഘട്ടം, +2 ബാക്കോട്ട് ഞാൻ അങ്ങനെയായിരുന്നു. +2 ഇവിടെ തന്നെ തല്ലി പറഞ്ഞേക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പോണില്ല എന്ന് പറഞ്ഞാൽ പോയി തല്ലി പറഞ്ഞേക്കും. ശരിക്കും അച്ഛൻ വീട്ടിൽ കയറണ്ട, അങ്ങനെ കഴിക്കാനൊന്നും തന്നെ ഒന്നുണ്ടെങ്കിൽ നിന്ന് ക്ലാസ്സിൽ പോയിരിക്കണം എന്നൊരു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ഒരാഴ്ച ഞാൻ തിങ്കളാഴ്ച ക്ലാസ്സിൽ പോയില്ല ശരിക്കും പറഞ്ഞു. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ലീവ് എടുക്കും. ചിലപ്പോൾ 2 ദിവസം പോകും, ചിലപ്പോൾ 2 ദിവസം പോകും. അല്ല, 2 ദിവസം വീട്ടിൽ നിന്നിട്ട് 3 ദിവസം ക്ലാസ്സിൽ പോകും. അങ്ങനെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ആ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ തന്നെ ഇതാണ് ഫീൽ ചെയ്തത്. ഭയങ്കരമായിട്ട് ഞാൻ ഇത്രയും മടി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്രയും മടിയായിരുന്നു ഇന്ന് രാവിലെ എനിക്ക്. ഇപ്പം തന്നെ കേട്ട ഇതാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ കേട്ടിരിക്കുന്നത്. എൻ്റെ തന്നെ മറ്റൊരു സ്വഭാവവും മറ്റൊരു ഇതാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ നല്ല ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടികൾ കുറച്ച് ഈ പരിപാടികളുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ വലിയ പരിപാടികളല്ല. നമ്മുടെ ടാറ്റ നെക്സോൺ ഉണ്ടല്ലോ, നെക്സോൺ വണ്ടി എന്ന് അതിൻ്റെ അടിയിലത്തെ ഒരു പൈപ്പുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൂളിൻ്റെ നിന്ന് പോകുന്ന ഒരു പൈപ്പുണ്ട്. കൂളിൻ്റെ നിന്ന് എഞ്ചിനിലോട്ട് കൂൾ ചെയ്യാൻ പോകുന്ന ഒരു പൈപ്പുണ്ട്. അപ്പോൾ എഞ്ചിനിലോട്ട് കൂൾ ചെയ്യാൻ പോകുന്ന പൈപ്പില്ല, കൂളിൻ്റെ നിന്ന് വരുന്ന ഒരു പൈപ്പുണ്ട് എഞ്ചിനിലേക്ക് പോകണം. അപ്പോൾ ആ പൈപ്പിന് ഒരു ചെറിയ ലീക്ക് ഉണ്ട്. അപ്പം നമ്മൾ ഒന്നത് വെൽഡ് ചെയ്തിരുന്നു, പുറത്ത് കൊടുത്തിട്ടാണ് വെൽഡ് ചെയ്തിരുന്നത്. പക്ഷെ അത് അധികം നാളത്തേക്ക് നീണ്ടു നിൽക്കുമോ നമുക്കറിയില്ല. അപ്പോൾ അത് വെച്ചപ്പോൾ തന്നെ അന്ന് തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് വെച്ചത്. അപ്പോൾ അത് ഒന്ന് കൊണ്ടുപോയി മാറ്റണം. ഇപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായി. പക്ഷെ അവരെ ഒരു നമ്പർ എന്ന് വെച്ചാൽ ഒരു കോമഡി പോലെ അവന്മാരടിച്ചത് 9 മണിക്ക് 8:45 ആകുമ്പോഴേക്കും വണ്ടി കൊണ്ടുവന്നു. 9 മണിക്ക് മുമ്പായിട്ട് അവന്മാർ ഓഫീസ് തുറക്കുമെന്നൊക്കെ. അപ്പം അതെനിക്കൊന്ന് കാണണം ഗൈസ്. അതാണ് ഞാൻ എത്ര നേരത്തെ എണീറ്റത്, തന്നെ എത്ര വെളുപ്പിന് ഞാൻ എണീറ്റത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ പോയി വണ്ടി എടുക്കട്ടെ ഗൈസ്. നമ്മൾ വണ്ടി എടുത്ത് കുറച്ചൊന്നും ഓടി തുടങ്ങി. ചെറിയൊരു മഴയുണ്ട് പുറത്ത്. മറ്റേ റോഡ് നല്ല റഷാണ്. പിള്ളേരൊക്കെ ഇപ്പം ക്ലാസ്സിൽ പോകുന്ന ടൈമാണ് ഗൈസ്. നമ്മുടെ നൊസ്റ്റാൾജിക് ഫീൽ വരുന്നത്. എടുത്തപ്പോൾ കുറച്ച് പിള്ളേർ ലിഫ്റ്റ് കൊടുത്തിട്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ കുറച്ച് നേരമായിട്ടൊരു പണി തന്നെ ഉണ്ട്. കാറ് വേണ്ട സിമ്പിൾ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. വണ്ടി ഭയങ്കര ഹൈ ആയിട്ട് എൻജിൻ ഹീറ്റ് ആയിട്ടുണ്ട്. അതെന്താണ് അതിന്റെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അത്ര നമ്മൾ ചവിട്ടിപ്പൊളിച്ചൊന്നുമല്ല പോകുന്നത്. പക്ഷെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് നേരം പോയി നമുക്ക് എന്തെങ്കിലും പണി കിട്ടും എന്നുള്ളത് അറിയില്ല. കുറച്ചേരം പോയി ഞാൻ വിചാരിച്ച് കുറച്ചേരം നിർത്തിയിടാം. നിർത്തിയിട്ടില്ലെങ്കിൽ ഇനി നല്ല ടാസ്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കുറച്ചേരം അപ്പം നിർത്തിയിട്ട് പോകാം, പണി കിട്ടും. പക്ഷെ കാണിച്ച വണ്ടിയാണ്. എന്താണ് ഇതിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഒന്ന് നിർത്തിയിടണം. ഇതിപ്പോ കുറെ നേരമായി ഈ വാണിങ് ഇങ്ങനെ കാണിക്കണം. കുറച്ചേരം ഓഫായി കിടക്കട്ടെ. ഇറങ്ങിയപ്പോ ഒന്നും വേറെ കുഴപ്പമുണ്ടായില്ല. ഇറങ്ങിയപ്പോ നമ്മൾ IS ലോവിൽ വന്ന് നമ്മളാ സ്റ്റോപ്പിൽ പിള്ളേരെടുക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അവർ കയറി നമ്മള് വണ്ടി എടുത്ത് കുറച്ചേരം കഴിഞ്ഞപ്പോ തൊട്ട് ഈ ഒരു സൗണ്ട് ഇങ്ങനെ വന്നു തുടങ്ങി. ഞാൻ ആദ്യം വിചാരിച്ച് ഇറങ്ങിയ സൗണ്ടായി. ശ്രദ്ധിച്ച് നോക്കിയപ്പോ എഞ്ചിന്റെ കൂളിങ്ങിന്റെ ഒരു റേഞ്ച് കാണിക്കുമല്ലോ, അത് ശരിക്കും ഹൈ ആയിട്ടുണ്ട്. ഇനി ഒരു പോയിന്റോട് കൂടി ഫുൾ ഹൈ ആയി. ചിലപ്പോൾ വന്ന ലെവലിലോട്ട് മാറുന്നുണ്ട്. ഇത് എത്രയോ നമ്മൾ ഒരു ടെസ്റ്റ് കഴിഞ്ഞിപ്പോൾ ഇറക്കിയുള്ളൂ, ഫുൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറക്കിയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമുക്കറിയില്ല. എന്തായാലും കൊണ്ടേ കാണിച്ചിട്ട് നോക്കാം. പക്ഷെ വണ്ടി ഇപ്പൊ ഇതൊന്നും ഞാൻ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും അലമ്പാവും. നല്ല രീതിയിൽ അലാർം വന്നോണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ സർവീസ് വന്ന പോലെ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റെഡ് കളറില ഒരു സിമ്പിളും കാണിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ഒച്ചപ്പാട് എടുത്തോണ്ടിരിക്കുകയാണ് വണ്ടി. സൈഡില് ബസ് വന്ന സൈഡാണ്. ഞാൻ അവിടെ നിർത്തിയിട്ടേക്കാണ്. നമ്മൾ വണ്ടി പോയി എടുത്ത് ഹസാഡൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ വണ്ടിയുടെ എഞ്ചിനൊന്ന് കൂളിങ് പയ്യെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടൂല. വണ്ടി പയ്യെ ഒന്ന് എനക്ക് എടുത്തിട്ടുണ്ട്. എവിടെയും വരെ എത്തുമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് നോക്കാം. കാരണം നമ്മൾ വീണ്ടും നിർത്തിയിട്ടുണ്ടോന്ന് ഗൈസ്. ഇപ്രാവശ്യം നമ്മൾ ആളുള്ള സൈഡിലാണ് നിർത്തിയത്. മറ്റേത് ആൾക്കാരധികം കുറവായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒരാൾ അറിയില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാരെ കാണുന്ന സ്ഥലത്താണ് കൊണ്ടുവന്നിട്ടേക്കണം. ഇപ്പൊ ജംഗ്ഷനാണ്, അവിടെ കൊണ്ടിട്ടേക്കാണ്. ഇവിടെ പാലത്തിന്റെ പണിയൊക്കെ കിടപ്പുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട് മൊത്തം. പിന്നെ ഒരു ആംബുലൻസും ഉണ്ടായിരുന്നു.
മിക്കവാറും അധികം ദൂരം ഓടിക്കഴിഞ്ഞാൽ ഞാനത് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഗൈസ് നേരത്തെ സത്യോടും പേടിയാവുണ്ടെന്ന് വെച്ചാലേ വേറൊന്നും കൊണ്ടല്ല ഗൈസ്, ഈ എൻജിൻ ഇങ്ങനെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു വണ്ടി ഇതുവരെയായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ചാൽ പിന്നെ നെക്സോണിന്റെ ഓഫീസിൽ വിളിക്കണം, ഡാറ്റയുടെ അവിടെ വിളിക്കണം, അവിടെ സർവീസ് സെന്ററിൽ കൊടുക്കാനാണ് ഞാൻ ഇറങ്ങിയത്. ഒന്നും പറ്റണമെന്ന് പറഞ്ഞാൽ അത്ര വിളിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പറ്റാത്ര നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് വന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇതാക്കണം. കുറച്ചു നേരം ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തോന്നുന്നു കൂളെങ്കിലോ വെള്ളം അത് ലീക്കായിട്ടാണെന്ന് തോന്നാൻ അത് മൊത്തത്തിൽ തീർന്നിട്ടുണ്ടാവാം. അത് തന്നെ ആയിരിക്കും കാര്യം. അപ്പൊ നമുക്ക് പരമാവധി നമുക്ക് ഓഫ് ചെയ്തിട്ട് പരമാവധി പോകണത്തോളം നമുക്ക് പോവാം. ഇവിടെ നിന്ന് അധികം ഇല്ല, ഇഷ്ടിച്ചില്ല ഒരു 500 കിലോമീറ്റർ ഒക്കെ 500 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 പാലം ഒന്ന് കിടക്കണം നമുക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ അത്ര ഒരു വണ്ടി ഓടുമെന്നുള്ളത് എനിക്ക് അറിയില്ല ഗൈസ്. നമുക്ക് നോക്കാം. ബസ്സൊക്കെ അവിടെ നിന്ന് വന്നുണ്ട്. അപ്പൊ ഓരോരുത്തർ ഞാൻ നോക്കി പോകുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് ലോ ആയിട്ടുണ്ട്. ഈ ലോയിൽ ഞാൻ അവിടെ വരെ എത്തിക്കട്ടെ ഗൈസ്, കുറച്ച് റോഡ് എത്തട്ടെ. ഞാൻ കുറച്ച് നേരത്തെ നീണ്ട സമയത്തിന് ശേഷം സർവീസ് സെന്ററിലോട്ട് എത്തി. സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ചിട്ട് ഗൈസ് ഇപ്പൊ അത് ത്രോ കയറിയിട്ടുണ്ട് റേഞ്ച്. നോക്കട്ടെ, സൗണ്ട് ഒന്നും തുടങ്ങിയിട്ടില്ല, നോക്കട്ടെ. ഇവിടെയാണ് കാണിക്കാറുള്ളത്. അപ്പൊ റോഡിൽ ഒന്ന് കാണിച്ചു നോക്കട്ടെ. എന്റെ സൗണ്ട് വരുന്നുണ്ട്, കാണിക്കട്ടെ. കുറച്ചു നേരം നല്ല രീതിയിൽ ടെൻഷനായി, എന്താവുമെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാത്തോണ്ട് നല്ല രീതിയിൽ ടെൻഷനായി. ഇപ്പം വീട്ടിലോട്ട് എത്തി, വണ്ടി അവിടെ കൊടുത്ത്, വണ്ടി അപ്പം കൊടുത്തപ്പോൾ അവിടുത്തെ ആ പുള്ളി തന്നെ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കണ ചേട്ടനുണ്ട്. അപ്പോൾ ആ പുള്ളി തന്നെ ഡീലറാണ്. അപ്പോൾ ആ പുള്ളി തന്നെ വന്ന് നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു അന്ന് കൂളറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് തന്നെ ആയിരിക്കും അതിൻ്റെ പ്രശ്നമെന്ന് പുള്ളി പറഞ്ഞു. മിക്കവാറും അത് തന്നെ ആയിരിക്കും അതിൻ്റെ പ്രശ്നം. ഇപ്പം എന്താ തിരിച്ച് വീട്ടിലോട്ടെത്തി. വീട്ടിൽ കിടക്കട്ടെ, രാവിലെ ഒന്നും കഴിക്കാനാണ് പോയത്, എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. വിട്ടുന്നു എന്ത് മീനും കൊഴുവ വറക്കോ? വറുക്കുന്നു. വണ്ടി ചൂടായി പോയി. ആ വണ്ടി ചൂടായി, പുക വന്നില്ല. ചിറ്റട വണ്ടിക്കും അന്ന് അച്ഛൻ്റെ ആ വണ്ടി കൊണ്ടുപോയിട്ട് വണ്ടിക്ക് പണി കിട്ടിയില്ലേ, അതുപോലെ തന്നെ പണി കിട്ടി. എടാ നിർത്തി കൊണ്ടുപോയി ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ പൊക്കിയില്ല. എന്നുവെച്ചാലേ വണ്ടിയുടെ ആ ഉള്ളിൽ ഒരു തണുപ്പിക്കണ വെള്ളമുണ്ട്. ആ വെള്ളം വെച്ചിട്ടാണ് വണ്ടി തണുത്തോണ്ടിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ തണുക്കണത് ആ വെള്ളം വെച്ചിട്ടാണ്. ആ ചിത്രം വിളിക്കാൻ കാര്യം പറഞ്ഞു. പിന്നെ വണ്ടി ചൂടാകുമ്പോ പിന്നെ എന്ത് പറയാനാണ്, വണ്ടിയുടെ അവിടെ കൊണ്ടേ കൊടുത്ത്. അപ്പൊ അത് തന്നെ പണിയാനാണ് നമ്മ കൊണ്ടുപോയത്. ആ സാധനം പുതിയത് വെക്കാനാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടേ കൊടുത്ത് 3 പ്രാവശ്യം ഞാൻ വണ്ടി ഓഫ് ചെയ്ത് നിർത്തി ഒരു സ്ഥലത്ത്. തരൂല മോനെ മീനുണ്ട്, ഞാൻ കാണിച്ചേരാ. മീൻ തരൂല. അത് പിന്നെ അത് അതിനേലും വലിയ പൂച്ചിന് ചാടി കയറി പോകണ്ടല്ലോ. ഇയാളിത് പിണങ്ങല്ലേ? അതിനെ തിന്നാൻ വല്ല ഉണ്ടോ? മീൻകറി മീൻകറി മാറ്റാൻ നിൽക്കണല്ലോ ഗൈസ്. നീ തിന്നട്ടെ, നല്ല വിശപ്പുണ്ട്. ഇപ്പൊ സമയം 11:30 കണ്ടുപോയി. ഞാൻ ഇപ്പൊ പോയത് ഞാനാണ്. 9 മണിക്ക് മുമ്പായിട്ട് ഇറങ്ങി ഞാനാണ്. ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുണ്ട്. മീൻകറി 2 തരം മീൻകറി ഉണ്ട്. പുതിയ മീൻകറി ഇതല്ല, ആ മീനാണ് പുതിയ മീൻകറി നമ്മൾ വെക്കാൻ പോണത്. ചോറ് വേണ്ട, പുട്ട അവിടെ അപ്പുറമാണോ? മീൻകറി കറി ചാറില്ല. ഏത് അത് കുഴപ്പമാണ്, ചാറില്ല. ചാറ് വേണം. കറി എന്തിട്ടാണ്? പുറത്തെടുത്തിട്ട് ഇതാണ് ഇവിടുത്തെ ഇത് കണ്ടാ, സരി പോലും തിന്നാൻ കിട്ടില്ല. അതിന് മുമ്പ് ചാറൊക്കെ അവിടെ തീർത്തത്.
പുട്ടും പ്ലസ് മീൻ കറി. സൂപ്പർ ഗൈസ്. ഇങ്ങനെ നോക്കുന്നു, കഴിച്ചിട്ട് ഗൈസ്. ഓ ഗൈസ്, ഒരിടക്കത്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ നിന്ന് പുറത്തു നോക്കിയപ്പോ കാണുന്ന കാഴ്ചയാണിത്. മങ്ങി നിൽക്കുന്ന സൂര്യനൊന്നും കാണാനും കൂടിയില്ല, എവിടെയാണെന്നും കൂടെ അറിഞ്ഞൂടാ. സൂര്യനൊന്നും മങ്ങി നിൽക്കുകയാണ്. പിന്നെ എത്ര നേരമായിട്ടും അവിടെ നിന്ന് വിളിച്ചിട്ടില്ല, കാറിൻ്റെ ഇതിന് വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടൈം എടുക്കണം. ഇത് പിന്നെയും മഴ വരുന്നു ഗൈസ്. ആ സൗണ്ട് കണ്ട മഴയുടെ കേട്ടാൻ പറ്റിയെന്ന് തോന്നുന്നു സൗണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വണ്ടി എടുക്കാൻ പോവാന്ന്. പക്ഷെ ഇത്ര സമയത്തും 5 മണി കഴിഞ്ഞു, അവര് വിളിച്ചിട്ടില്ല. ചിലപ്പോൾ ഇനി 5:30 അടുക്കുമ്പോൾ അത് 6 മണിയാകുമ്പോൾ അവരുടെ ഷോപ്പ് അടക്കും. അപ്പോഴേക്കും ഇനി വിളിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ വിളിക്കണമെന്നാണെങ്കിൽ എന്നെ കൂടെ പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഓടിയെത്തി മഴയത്തൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരും ഗൈസ്. പിന്നെ നോക്കട്ടെ എങ്ങനെയാണെന്ന്. ചിലപ്പോൾ ഒരു 6:30 അവർ കാത്തിക്കുമെന്നാണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. മഴയാണ് ഗൈസ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ തണുപ്പ് നല്ലതാണ്. നമുക്ക് കഴിക്കാൻ കഴിക്കാൻ ബേക്കറി ഫുൾ ഐറ്റംസ്. വൈകുന്നേരം ചായ തിളപ്പിക്കുന്ന മമ്മി. അച്ഛൻ തിരിച്ചു വന്ന് വണ്ടി ഇവിടെ കിട്ടി. അവനെയും കൂട്ടിട്ടാണ് ഹാർബർ. കിടക്കട്ടെ, ഒരു ഇതുണ്ടാക്കും. ലെഫ്റ്റ് പോട്ടെ. വീന്നുണ്ടാ ഓട്ടണ്ടാ പോട്ടെ പോട്ടെ പോട്ടെ. പണി നടന്നുകൊണ്ടിരിക്കണം. അൺലിമിറ്റഡ് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നു. ഇത് ഫ്രീ. നമ്മളിപ്പോൾ ഉള്ളത് മലമ്പ ഹാർബറിലാണ്. മലമ്പ ഹാർബറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേപ്പാ വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ചാളയാണ് കിട്ടിയത്. ചാള ഇപ്പം നല്ല രീതിക്ക് കൊടുക്കാൻ നല്ല കാശും ഉണ്ട്. നമുക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന മലമ്പത്താണ്. മലമ്പത്ത് മറ്റേ വൈപ്പിൽ മലമ്പുണ്ടല്ലോ, മലമ്പത്ത് ഹാർബറിൽ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൈസ ഇല്ല. പക്ഷെ പുറത്ത് 400 രൂപ വരെയുണ്ട് ഗൈസ്. ഓക്കെ, വീട്ടിൽ കൊടുക്കാം. വീട്ടിൽ കൊടുത്ത് ഇനി ചില വറക്കും, ചില കറി വെക്കും ആയിരിക്കും. ഇനി നമുക്ക് നേരെ ബീച്ചിൽ പോകാം. ബീച്ചിൽ കടൽ എങ്ങനെയുണ്ട് നോക്കട്ടെ. കടൽ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ബോട്ടാക്കി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കടൽ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പോയി കടൽ എങ്ങനെയാണ് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാം ഗൈസ്. ഇപ്പം കുറച്ച് ശാന്തമാണ്, വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും അങ്ങോട്ട് എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ചെറായാലുള്ളത് മലമ്പത്തോട്ട് പോണേ അങ്ങോട്ട് പോകും തോറും കടലിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ വേസ്റ്റുകളൊക്കെ കുറേ അടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആൾക്കാർ ഇടുന്ന വേസ്റ്റുകളെല്ലാം നല്ല രീതിക്ക് ഒന്ന് അടിയാനുണ്ട് ബീച്ചിൽ. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കടലിൽ തുപ്പണത് മൊത്തം വേസ്റ്റാണ്. നമ്മൾ പറയുകയാണെങ്കിൽ കടലിൽ തുപ്പണ മൊത്തം വേസ്റ്റുകളാണ്. അതുപോലെയാണ് അങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പ്രശ്നമില്ല, ഇവിടെ ശാന്തമാണ്. കടല് ഭയങ്കര ശാന്തോട്ട് ഇങ്ങനെ എടുക്കുന്നത്, വലിയ പ്രശ്നമില്ല. പക്ഷെ അങ്ങോട്ട് പോകുന്നോറും കടൽ നല്ല രീതിക്ക് അടിച്ചു കയറാറുണ്ട്. അവിടെ കല്ലൊന്നും കാണാനില്ല. ഇവിടെ പിന്നെയും കുറച്ച് ഇങ്ങനെ കണ്ടോ, ഇത്രത്തോളം കാണണമെങ്കിൽ അറിയാതെ ഇവിടെ കല്ലുണ്ട്. മണ്ണ് കയറുന്നുണ്ട് നല്ല രീതിക്ക്. മണ്ണും ഇവിടെ മണ്ണാണ് കയറുന്നത്. അങ്ങോട്ട് വേസ്റ്റുകളൊന്നും അടിയുന്നുണ്ട്. കടലിൽ എന്തൊക്കെ തരം വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്, കുപ്പി, ഇതെല്ലാം ഒന്ന് അടിയുന്നുണ്ട്. കുറെ ചെപ്പും ചവറും എല്ലാം ഒന്ന് അവിടെ അടിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാറിന് അവിടെ നിന്ന് വിളിച്ചിട്ടില്ല. കാർ നമുക്ക് നാളെ പോയി എടുക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വെച്ച് അവസാനിപ്പിക്കാം. ഇനി വേറെ ഒന്നുമില്ല. ഇനി അങ്ങോട്ട് പോകുന്നോറും ഇരുട്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് പിന്നെ പണിയായി. ഇപ്പൊ ഞാൻ ഉള്ളത് ചെറിയവിലാണ്. അപ്പൊ എന്തായാലും മച്ചാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിലേക്ക് അടുത്ത വീഡിയോ നാളെ വരുന്നവരും ബൈ. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്തായാലും മച്ചന്മാരെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ നാളെ വരുന്ന പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഒക്കെ ഇങ്ങനെ തുടങ്ങണം. അപ്പൊ അതിൻ്റെ ഒരു ഇത് നമ്മൾ ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറയാം. ഇതെന്തായാലും കൃത്യം ഒരു 6 മണിക്ക് നമ്മുടെ വീഡിയോ വീടും. അപ്പൊ എല്ലാവരും ഒരു ആഴ്ചയിൽ 2 ദിവസം വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.